ഒരു മെഡിറ്റേഷൻ പ്രാർത്ഥനയാണത്. നമ്മുടെ ചിന്തകൾ നമ്മിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലെ ആകുല വ്യാകുല ചിന്തകളെ മാറ്റി നമുക്ക് മനസ്സമാധാനം ലഭിക്കുക എന്നുള്ളതാണ്. ഇത് സ്ഥിരമായിട്ട് ചെല്ലുന്ന ആളുകൾക്കാണെങ്കിൽ സാമ്പത്തിക ലാഭം, മനസ്സമാധാനം, ശാരീരിക സൗഖ്യമൊക്കെ ഉണ്ടാവും. നമ്മളൊരു 30 വർഷം മുന്നേ, 30 ഒരു 35 വർഷം തന്നെ പറയാം, 35 വർഷം മുന്നേ ഇറക്കിയുള്ളൊരു പ്രയറാണ്. നമ്മളൊരു അവഗണിക്കാനാവാത്ത സത്യം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി അടിച്ചിരുന്നു. അത് 25,000 കോപ്പി നമ്മൾ വിറ്റിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള ഒരു പ്രയറാണ്, അതിൻ്റെ ഒരു മെഡിറ്റേഷൻ രൂപമാണ്. അപ്പോൾ നമ്മൾ പുസ്തകം ഇറക്കുന്നില്ലേ, അതുകൊണ്ട് ആ പ്രയർ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് മെഡിറ്റേഷൻ പ്രാർത്ഥനയായിട്ട് നമ്മൾ പറയുന്നു എന്ന് മാത്രം. ആളുകൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഉള്ളിലൊരു പോയിൻറ്റ്സ് ഉണ്ടാവും, ഒരു തിയറി ഉണ്ട്, ഒരു ആശയമുണ്ട്. ആശയം നമ്മൾ മനസ്സിലാക്കി ഏത് മതം, ഏത് ജാതി, ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് ആ ഇതിൽ പോയിൻറ്റ്സ് മനസ്സിലാക്കി അവരുടെ ചിന്തകൾ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഭാവിയിൽ അവർക്ക് വളരെ നന്നായിരിക്കും എന്നാണ് ഇതിൻ്റെ നമുക്ക് പറയാം. നമ്മളൊരു എന്താ പറയുക, നമ്മളുടെ ഉള്ളിൽ 30-35 വർഷം മുന്നത്തെ ചിന്തകളാണ് അതിൽ നിന്ന് ഉടലെടുത്തൊരു പ്രയർ. അപ്പോൾ ഇതിൽ കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, പലർക്കും ആശയപരമായിട്ട് യോജിപ്പുണ്ടാവും. എങ്കിലും ഇത് നമ്മുടെ ഒരു ആശയമായതുകൊണ്ട്, ഒരു പോയിൻറ്റ്സ് ആയതുകൊണ്ട് അത് നമ്മൾ വെളിവിലേക്ക് പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം ചിലർക്ക് ആർക്കെങ്കിലും ഉപകാരം ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എന്നെയും പാരമ്പര്യമായി എൻ്റെ മാതാപിതാക്കളിലൂടെ എന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗുണദോഷങ്ങളും പൂർണ്ണമായി ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ കൊച്ചു കുഞ്ഞായിരിക്കുന്ന കാലം മുതൽ അറിഞ്ഞോ അറിയാതെയോ ഇത്രയും കാലം ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങളും പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ജീവിത സാഹചര്യങ്ങൾ എന്നിവയും ഈ നിമിഷം വരെ ഞാൻ ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളും പൂർണ്ണമായി ദൈവത്തിന് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ പാരമ്പര്യം, എൻ്റെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ജീവിത സാഹചര്യങ്ങൾ എന്നിവ നേരായ മാർഗത്തിൽ അല്ലാത്തതുകൊണ്ട് ജീവിത വിജയത്തിന് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി, പിന്നെ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പലവിധ തടസ്സങ്ങൾ കൊണ്ടും ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോമിശിയുടെ നാമത്തിൽ ഞാൻ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവ് എന്നിലേക്ക് പ്രവേശിച്ച് എൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും എനിക്കുള്ള എല്ലാ സാമ്പത്തിക തടസ്സങ്ങളെയും, എനിക്ക് അറിയാൻ പറ്റാത്ത വിഷമങ്ങളെയും മാറ്റി എല്ലാ വിധത്തിലും എന്നെ വിജയിക്കുന്ന വ്യക്തിയാക്കി മാറ്റാനും, എൻ്റെ ചിന്ത, വാക്ക്, പ്രവർത്തികൾ മൂലം എനിക്കും ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സന്തോഷവും സുഖവും സർവ്വവിധ ഐശ്വര്യവും ഉണ്ടാകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഇത്രയും കാലം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ പൂർണ്ണമായി എന്നോട് ക്ഷമിക്കുകയും എൻ്റെ എല്ലാ പാപങ്ങളെയും മോചിപ്പിച്ച് എൻ്റെ മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്നും ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ സ്വർഗസ്ഥനായ പിതാവിനോട് എന്ത് ആവശ്യപ്പെട്ടാലും സ്നേഹനിധിയായ പിതാവ് നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് അരുൾ ചെയ്ത ഈശോമിശിഹായെ ഞാൻ പൂർണ്ണമായി അങ്ങിൽ വിശ്വസിക്കുകയാണ്. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവ് എൻ്റെ ശിരസിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ നാഡീ ഞരമ്പുകളെയും ബാഹ്യവും ആന്തരികവുമായ എല്ലാ ശരീരാവയവങ്ങളെയും കഴുകി തലോടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തലച്ചോറിലെ എല്ലാ നാഡീഞരമ്പുകളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുഴുവൻ ചിന്താമണ്ഡലങ്ങളെയും ശുദ്ധീകരിച്ച് എൻ്റെ കണ്ണുകളിലൂടെ, എൻ്റെ മൂക്കിലൂടെ, എൻ്റെ നാവിലൂടെ, എൻ്റെ ചെവിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവികമായ ശക്തി എൻ്റെ ശ്വാസകോശത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വലിക്കുന്ന ഓരോ ശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ശക്തി എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ വലിക്കുന്ന ശ്വാസത്തിൽ ദൈവിക ശക്തി നിറഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തുന്നു.
ഇതാ ഞാൻ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ ദുർബലതകളും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഉറപ്പായി ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ ദുർബലതകളും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഉറപ്പായി ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഹാർട്ട്, ആമാശയം, കിഡ്നി എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന ദൈവിക ശക്തി എൻ്റെ ശരീരത്തിലെ ആന്തരികമായ എല്ലാ അവയവങ്ങളെയും ശക്തിപ്പെടുത്തി എൻ്റെ അരക്കെട്ടിലെയും എൻ്റെ തുടകളിലെയും കാൽപാദങ്ങളിലെയും വിരലുകളിലെയും കാലിൻ്റെ അടിയിലെ ഓരോ ഞരമ്പുകളെയും തഴുകി തലോടി ബാഹ്യമായ എൻ്റെ ശരീരത്തെ തലോടിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ കാൽപാദത്തിലൂടെ, കാൽമുട്ടിലൂടെ, അരക്കെട്ടിലൂടെ, എൻ്റെ വയറിലൂടെ, എൻ്റെ മാറിടത്തിലൂടെ, ഷോൾഡറിലൂടെ, എൻ്റെ കൈകളിലൂടെ, എൻ്റെ ശരീരമാസകലം പൂർണ്ണമായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവാത്മാവ് എൻ്റെ ബാഹ്യമായ ശരീരത്തിൽ കാണപ്പെട്ടിരുന്ന അസുഖങ്ങളെ സൗഖ്യമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ആന്തരികവും ബാഹ്യമായ എൻ്റെ ശരീരാവയവങ്ങളെ പൂർണ്ണമായും തഴുകിത്തലോടിയ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് ഹൃദയത്തിലുണ്ടായിരുന്ന മുൻകോപം, അവിശ്വാസം, വെറുപ്പ്, വിദ്വേഷം, അപകർഷതാബോധം, നിരാശ, അസൂയ, അധികാരമോഹം എന്നിവയും എൻ്റെ വിജയത്തിന് തടസ്സമായി നിന്നിരുന്ന എല്ലാ ഇടുങ്ങിയ ചിന്താഗതികളെയും എന്നിൽ നിന്ന് മാറ്റി എനിക്കും സമൂഹത്തിനും ഗുണകരമാവുന്ന ചിന്ത എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഉള്ളിൽ സ്നേഹം, ദയ, എളിമ, കാരുണ്യം, വിശ്വാസം, പ്രതീക്ഷ, ഉണർവ്, ധൈര്യം എന്നിവ നിറഞ്ഞുവെന്നും എനിക്ക് വേണ്ടതായ എല്ലാ നന്മകളുടെയും വിളനിലമായി എൻ്റെ ഹൃദയത്തെ മാറ്റിയെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഇരുട്ടിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു മാറ്റി വെളിച്ചത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് പ്രകാശമായി കടന്നുവെന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായി മാറിയിരിക്കുന്നു. ഹായ്, ഞാൻ എത്ര നല്ല മനസ്സിനുടമയാണ്. എൻ്റെ ശരീരത്തിലെയും മനസ്സിലെയും മാലിന്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു സന്തോഷമുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു. ഞാനിത് വളരെ ശാന്തമായി സമാധാനത്തോടുകൂടി എൻ്റെ ശരീരഭാരമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാനിതാ ദൈവസന്നിധിയിലേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സമാധാനം, വളരെ സന്തോഷം, വളരെ ശാന്തി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സന്തോഷമാണ് എൻ്റെ മനസ്സിന്. ഹായ്, എത്ര സുന്ദരമായ നിമിഷങ്ങൾ. എൻ്റെ ജീവിതം എത്ര ധന്യമായി. ഹായ്, ഞാൻ വലിക്കുന്ന ഓരോ ശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ശക്തിയെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. എൻ്റെ എല്ലാ ദുർബലതകളെയും നീക്കുകയും എൻ്റെ ഉള്ളിലേക്ക് ദൈവിക ശക്തി നിറയുകയും ചെയ്തുകൊണ്ട് ഞാനിതാ പൂർണ്ണ സമാധാനം അനുഭവിക്കുന്നു. പ്രകൃതിയിലെ ശബ്ദങ്ങളെ ശ്രവിച്ചുകൊണ്ടും ശാന്തമായ എൻ്റെ മനസ്സ് പൂർണ്ണ സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയുമായി യോജിച്ച് സന്തോഷമായി ഇരിക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി. എൻ്റെ നല്ല ദൈവമേ നന്ദി. ഹായ്, എത്ര സന്തോഷം, എത്ര ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. ഹായ്, വളരെ സന്തോഷം. നന്ദി, നന്ദി, നല്ല ദൈവമേ. ഈ പ്രയർ നമ്മൾ സ്ഥിരമായി മനസ്സിൽ ചെല്ലുകയും സ്ഥിരമായി ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിന് വളരെ സമാധാനം, ആശ്വാസം ഉണ്ടായിരിക്കും. ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്ത് അവർക്ക് ധ്യാനിക്കാവുന്നതാണ്. ഇതൊരു മെഡിറ്റേഷൻ പ്രയറാണ്. ആർക്കെങ്കിലും ഒരു ഉപകാരമാവണമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഓക്കെ.